സ്നേഹം നിറഞ്ഞവരെ, ഡിവൈൻ വോയിസിലേക്ക് ഒത്തിരി സന്തോഷത്തോടുകൂടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിവിധ ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നാം എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. നാം ഇന്ന് ചിന്തിക്കുക ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു പദ്ധതിയുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതി പ്രവാചകനിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്. നാം ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നല്ല ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ഒരു സത്യത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ അതിലൊരു സംഭവമാണ് ഈ ഒരു വിചിന്തനത്തിനായിട്ട് എടുക്കുക. അത് നമ്മൾ ബൈബിളിൽ കാണുന്ന പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ജീവിത കഥയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ജോസഫിനെ കാണുക. 37-ാം അധ്യായം മുതൽ യാക്കോബിൻ്റെ 12 മക്കളിൽ യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകൻ, തൻ്റെ വാർദ്ധക്യത്തിൽ ജനിച്ച കുഞ്ഞായതുകൊണ്ട് പിതാവ് ഒത്തിരി ഓമനിച്ച് വളർത്തുന്ന ജോസഫ്. ചെറുപ്പത്തിൽ തന്നെ അവന് 1-2 സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ സ്വപ്നങ്ങൾ സഹോദരങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ, അതുപോലെ തന്നെ അപ്പനോട് പങ്കുവയ്ക്കുമ്പോൾ അവരിൽ ചെറിയ അസ്വസ്ഥത വരികയാണ്. ഈ കൊച്ചു ബാലനായ ജോസഫ് ഒരു ദിവസം പറയുകയാണ്, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. നമ്മളെല്ലാവരും കൂടി പാടത്ത് ഇങ്ങനെ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കറ്റ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. ബാക്കി എല്ലാ കറ്റകളും എൻ്റെ കറ്റയെ വന്ന് ആരാധിക്കുന്നത്, തല കുമ്പിടുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് മറ്റ് സഹോദരങ്ങൾക്ക് ഒരു അസൂയ കയറി വരുമോ, നീ എന്താ പറഞ്ഞത്, ഞങ്ങളൊക്കെ നിന്നെ ആരാധിക്കാൻ പോകുക എന്നാണോ നീ പറയുക? മുന്നോട്ട് കഥ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക, ഈ സഹോദരന്മാരിൽ ഈ കുഞ്ഞിനോടൊരു അസൂയ അങ്ങ് തുടങ്ങുകയാണ്. 2 കാരണമുണ്ട്. ഒന്ന്, അപ്പൻ കൂടുതലായിട്ട് ഈ മകനെ സ്നേഹിക്കുന്നു. 2, ഇവൻ്റെ സ്വപ്നവും അവൻ പറയുന്ന രീതിയിൽ അവൻ വളരാൻ പോകുന്നു എന്നുള്ളൊക്കെ ചിന്തകൾ, ഒരു അസൂയ അവരിൽ വരികയാണ്. ഒരിക്കൽ ഈ സഹോദരങ്ങൾ വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ ഈ ജോസഫിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഈ സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായിട്ട്. ജോസഫ് കടന്നു വരുമ്പോൾ ഈ സഹോദരങ്ങൾ പറയുകയാണ്, കണ്ടില്ലേ നമ്മുടെ സഹോദരൻ വരുന്നു, നമുക്ക് അവനെ അങ്ങോട്ട് കൊന്നുകളയാം. ഏതോ ഒരു സഹോദരൻ്റെ ഇടപെടൽ മൂലം കൊല വേണ്ടാന്ന് വെച്ച് പകരം ഒരു പൊട്ടക്കിണറ്റിൽ അവനെ തള്ളിയിടുന്നത് നമ്മൾ കാണുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവനെ കച്ചവടക്കാർക്ക് വിൽക്കുന്നതും, അങ്ങനെ അവൻ വിദേശത്ത് എത്തിച്ചേരുന്നതും അവിടെ ഒരു അടിമയായി മാറുന്നതും എല്ലാം കഥകൾ. എത്ര മനോഹരമായിട്ടാണ് കഥകൾ അങ്ങ് പോവുക. ഈ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അടിമയായിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒത്തിരി വെല്ലുവിളികൾ വരുന്നു. മുന്നോട്ട് നീങ്ങുന്നു. ദൈവത്തിൻ്റെ ഇടപെടലുകൾ പലപ്പോഴും തെറ്റിദ്ധാരണയ്ക്ക് തന്നെ ഇടയാകാവുന്ന ആ സന്ദർഭങ്ങളിലും അവൻ വിശ്വസിച്ച് നിൽക്കുകയാണ്. അവസാനം ദൈവം തൻ്റെ പദ്ധതിയുടെ ആ ഒരു ഉന്നത ശൃംഖത്തിൽ അവനെ എത്തിക്കും നമ്മൾ കാണുകയാണ്. ഇന്ന് നമ്മൾ ഈ വചനത്തിൽ നമ്മൾ ചിന്തിക്കുക, ഈ ഒരു വചനമാണ്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം ഈ 29:11 പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതി അല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകച്ചു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക? ഒട്ടും വിചാരിക്കാത്ത ചില മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, പതറിപ്പോകുന്ന അവസ്ഥകൾ. പക്ഷെ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നന്മയ്ക്കായി ഉപകരിച്ചു എന്ന് നമുക്കൊക്കെ പറയാൻ സാധിക്കും. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഭയപ്പെട്ടു പോയ ചില സന്ദർഭങ്ങൾ
ദൈവം ശിക്ഷിക്കുകയാണോ എന്നൊക്കെ കരുതിയ നിമിഷങ്ങൾ, മറ്റുള്ളവർ നമ്മളെ തുറിച്ചു നോക്കിയ ചില സംഭവങ്ങൾ, പിന്നീട് അതെല്ലാം ദൈവപരിപാലനയുടെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിന്ന് ഈ ജോസഫിൻ്റെ കഥയിലേക്ക് വരാം. അതിലൂടെ ദൈവം വെളിപ്പെടുത്തിരുന്ന വലിയൊരു സത്യം, നിങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈശോ തൻ്റെ പ്രബോധനത്തിൽ വ്യക്തമായിട്ട് പറയുന്നില്ലേ, എന്തിന് നിങ്ങൾ ആകുലപ്പെടുന്നു? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എത്ര മനോഹരമായിട്ട് സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജോസഫിൻ്റെ ജീവിത കഥയിലൂടെ ഇന്ന് കടന്നുപോയിട്ട് ആ ജോസഫിൻ്റെ കഥയിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ചില സത്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമതായിട്ട് ഈ ജോസഫ് നമ്മളോട് പറയുന്ന വലിയൊരു സത്യമുണ്ട്. അത് ദൈവത്തിൽ അങ്ങോട്ട് ശരണപ്പെടുക. അത് നമ്മുടെ ദുഃഖത്തിലായിക്കോട്ടെ, ദുരിതത്തിലായിക്കോട്ടെ, തകർച്ചയിലായിക്കോട്ടെ, ദൈവത്തിൽ അങ്ങ് ശരണപ്പെടുക. നമുക്ക് ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വീട്ടിലെ അപ്പന് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞ്, ഏറ്റവും പ്രിയപ്പെട്ടവൻ, സുന്ദരനായ ആ കുഞ്ഞ്. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ സഹോദരങ്ങളുടെ അസൂയയ്ക്ക് അവൻ വിധേയമാകുകയാണ്. അങ്ങനെ സഹോദരങ്ങൾ അവനെ ഒരു കാരണവുമില്ലാതെ അസൂയ കൊണ്ട് നോക്കുന്നൊരവസ്ഥ. അവൻ്റെ ജീവിതത്തിൽ അവന് വേണമെങ്കിൽ അവനെ തന്നെ കുറ്റപ്പെടുത്താം. എന്തുകൊണ്ട് ഞാനൊരു കുറ്റവും ചെയ്യാതെ എന്തിനെൻ്റെ സഹോദരങ്ങൾ എന്നോട് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നു? അവസാനം നമ്മൾ വയലിൽ ഈ കുഞ്ഞ് വരുമ്പോൾ അവനെ പിടിച്ചു കെട്ടുന്നു, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു, അവനെ തള്ളി പൊട്ടക്കിണറ്റിലിടുന്നു. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് അവിടെ കിടക്കുന്ന ആ പയ്യൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവാം ഒരു പക്ഷേ, എൻ്റെ സഹോദരങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുക. അപ്പോഴാണ് കാണുക ആ സഹോദരങ്ങൾ അവനെ കിണറ്റിൽ നിന്ന് വീണ്ടും വലിച്ചു പൊക്കുകയാണ്. ഒരുപക്ഷെ ആ കൊച്ചു വിചാരിച്ചിട്ടുണ്ടാവാം, എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ മനസ്സിലായി, അവർക്ക് തെറ്റുതിരുത്തി എന്നെ രക്ഷിക്കാൻ പോവുകയാണ്. പക്ഷേ കാണുന്നത് അതിലും ക്രൂരമായ പ്രവൃത്തിയാണ്. അതിലേക്ക് കടന്നു പോകുന്ന കച്ചവടക്കാർക്ക് ഈ സ്വന്തം സഹോദരനെ വിൽക്കുന്ന ആ സഹോദരങ്ങളെയാണ് ജോസഫ് കാണുക. അങ്ങനെ ഇവനെ അടിമയായിട്ട് വാങ്ങിക്കൊണ്ടുപോയ ആ കച്ചവടക്കാർ ഈജിപ്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥന് അവന് വീണ്ടും അടിമയായിട്ട് വിൽക്കുകയാണ്. അങ്ങനെ ആ അടിമയായിട്ട് ഈ കൊട്ടാര ശുശ്രൂഷകൻ്റെ വീട്ടിലെത്തുന്ന അവസ്ഥകൾ. ജീവിതം മുന്നോട്ട് പോകുന്നു. അവിടെയും നമുക്ക് കാണാൻ സാധിക്കും, അവൻ്റെ വിശ്വസ്തത കണ്ടിട്ട് ആ കുടുംബനാഥൻ, അവൻ്റെ പേര് പോത്തിഫർ എന്നാണ്, ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ആ പോത്തിഫറിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അടിമയായിട്ട് അവൻ മാറുകയാണ്. ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ ജോസഫിന് തോന്നിക്കാണും, ദൈവം എന്നെ നയിച്ച് പരിപാലിച്ച് നന്നായി കൊണ്ടുവരികയാണ്. പക്ഷെ അവിടെയാണ് വീണ്ടും ഒരു ട്വിസ്റ്റ് അവൻ്റെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. ഈ പോത്തിഫറിൻ്റെ ഭാര്യ ഈ ജോസഫിനോട് അനാവശ്യമായ ഒരു പ്രേമത്തിൽ, ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരണു. തിന്മയിലേക്ക് അവന് നിരന്തരം പ്രേരിപ്പിക്കണം. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു ജോസഫിനെയാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ജോസഫ് നമ്മോട് പറയുന്ന ഒന്നാമത്തെ സന്ദേശം, തൻ്റെ ജീവിതം വഴിയായിട്ട് ഈ ജോസഫ് നമ്മോട് പറയുന്ന ഒന്നാമത്തെ സന്ദേശം ഇതാണ്: ജീവിതത്തിൽ വലിയ തകർച്ചകളുണ്ടാവാം, ജീവിതത്തിൽ വലിയ ട്വിസ്റ്റുകളുണ്ടാവാം, തെറ്റിദ്ധാരണകളുണ്ടാവാം, ദൈവത്തിൽ ആശ്രയിക്കുക, പരാതി കൂടാതെ ദൈവത്തിൽ ശരണപ്പെടുക. വീണ്ടും നമ്മൾ ഈ ഒരു കഥയിലേക്ക് വരുമ്പോൾ ജോസഫിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്, ഏത് സാഹചര്യമായിക്കോട്ടെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക. സാഹചര്യങ്ങൾ മാറി വരാം, പക്ഷേ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ജോസഫിന് തന്നെ കഥയിലേക്ക് വരിക. ഈ പോത്തിഫർ എന്ന് പറയുന്ന ആ രാജസേവകൻ്റെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കാരനായിട്ട് മാറുകയാണ്. വചനം പറയുകയാണ്, എല്ലാം ആ പോത്തിഫർ ഇവനെ വിശ്വസിച്ചേൽപ്പിച്ചു. ആ ഭവനത്തിൻ്റെ സകല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ജോസഫിനെ ഏൽപ്പിക്കുക. അത്രമാത്രം അവൻ വിശ്വസ്തനായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് അവനോട്
അവിഹിതമായിട്ടുള്ള ഒരു സ്നേഹം തോന്നുന്നു. അത് നിർബന്ധങ്ങളിലേക്ക് വഴങ്ങുന്നു. അവളോടൊത്ത് പാപം ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നു. വചനം പറയുകയാണ്, നിരന്തരം അവൾ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു തിന്മ ചെയ്യുവാനായിട്ട്, വ്യഭിചാരം ചെയ്യുവാനായിട്ട്. ഇവിടെ ഓരോ സന്ദർഭത്തിലും അതിന് വഴങ്ങാതെ ജോസഫ് മാറി നിന്നുകൊണ്ട് ജോസഫ് ആ സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ യജമാനൻ, ഈ കുടുംബത്തിൻ്റെ നാഥൻ എല്ലാം വിശ്വസിച്ച് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഭാര്യയോട് പറയുകയാണ്, നിന്നെ ഒഴിച്ച് ബാക്കി സകല കാര്യങ്ങളിലെയും മേൽനോട്ടം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. എന്നിട്ട് ഇയാൾ ചോദിക്കുകയാണ്, അങ്ങനെ അത്രമാത്രം എന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് പാപം ചെയ്തുകൊണ്ട്, തിന്മ പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ജോസഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ്. സാഹചര്യങ്ങൾ അവനെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ സാഹചര്യം ഏതുമായിക്കോട്ടെ, ജോസഫ് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഏത് സാഹചര്യമായിക്കോട്ടെ നിന്റെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ ചിന്തിച്ചു നോക്കുക, സാഹചര്യങ്ങൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടോ? ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും അറിയുകയില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വസ്തതയെ കളങ്കപ്പെടുത്തുവാനായിട്ട് സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ, ജോസഫിനെ പോലെ അരുത്, അത് തെറ്റാണ്, അത് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്യുന്നത് എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു മനസാക്ഷി നമുക്കുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കാം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ജോസഫിൻ്റെ കഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അടുത്ത ഒരു പാഠമുണ്ട്. അതിതാണ്, വൈകിപ്പിക്കുന്നത്, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വൈകുന്നത്, അത് നമ്മെ നന്മയിലേക്ക് നമ്മെ ഒരുക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല, ഒത്തിരി ഇങ്ങനെ നീണ്ടുപോകുന്നു. അത് ദൈവം അത് തടഞ്ഞു എന്നല്ല വിചാരിക്കേണ്ടത്, മറിച്ച് എന്തോ നന്മയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണ്. ജോസഫിൻ്റെ തന്നെ കഥയിലേക്ക് വരാം. ഈ പോത്തിഫറിൻ്റെ ഭാര്യ തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചപ്പോൾ, ഇല്ല ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ പിന്നെ സഹിക്കുന്ന ഒരു ജോസഫിനെയാണ് നമ്മൾ കാണുക. ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വിളിച്ചു പറയുകയാണ്, ഇതാ ഈ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കി, എന്നെ നശിപ്പിക്കാൻ നോക്കി. അങ്ങനെ പോത്തിഫർ ഈ ജോസഫിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നത് നമ്മൾ കാണുകയാണ്. ഒരു പാപവും ചെയ്യാതിരുന്നിട്ടും, പാപത്തിനുള്ള പ്രേരണയുണ്ടായപ്പോൾ, സാഹചര്യമുണ്ടായപ്പോൾ അത് ദൈവസന്നിധിയിൽ തിന്മയാന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് നോ പറഞ്ഞതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവസാനം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. കുറ്റം ചെയ്യാത്തവൻ ജയിലിൽ തടവിലായിരിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ വചനം നമ്മളെ കാട്ടിത്തരികയാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എപ്പോഴും അംഗീകാരമായിരിക്കണമെന്നില്ല നമുക്ക് ലഭിക്കുക. അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന അനുഭവങ്ങളും നമുക്കുണ്ടാവാം. പക്ഷേ അവിടെയും പതറരുത് എന്ന് ജോസഫ് നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരാഗൃഹത്തിൽ ഇവനിങ്ങനെ കിടക്കുകയാണ്. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അപമാനഭാരവും പേറിക്കൊണ്ട് കാരാഗൃഹത്തിൽ കിടക്കുന്ന ജോസഫ്. അവിടെയാണ് മറ്റൊരു സംഭവം ഉണ്ടാകുക. അതേ സമയത്ത് തന്നെ ചക്രവർത്തിയുടെ ആ ഒരു പാനപാത്രം വഹിക്കുന്ന വ്യക്തി, അയാൾ എന്തോ കുറ്റം ചെയ്തിട്ട് അയാളെയും ഈ ഫറവോ ശിക്ഷിച്ച് ഈ ഒരു തടവിൽ കൊണ്ടയാക്കുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലെ രാജാവിൻ്റെ പാനപാത്രം വഹിക്കുന്ന വ്യക്തി ശിക്ഷ അനുഭവിച്ച് ജോസഫിൻ്റെ കൂടെ വന്ന് അവിടെ താമസിക്കുന്നു, അവിടെ ആ തടവറയിലായിരിക്കുന്നു. അപ്പോഴാണ് ഈ പാനപാത്രം വഹിക്കുന്ന വ്യക്തിക്കൊരു സ്വപ്നം. ആ സ്വപ്നം ഇതാണ്, പെട്ടെന്ന് ഒരു മുന്തിരിച്ചെടി പെട്ടെന്ന് വളരുന്നു, 3 ശാഖകളായിട്ട് വളരുന്നു, പെട്ടെന്ന് പുഷ്പിക്കുന്നു, പെട്ടെന്ന് അതിൽ ഫലമുണ്ടാകുന്നു. ഈ മനുഷ്യൻ, അയാളുടെ കയ്യിൽ അപ്പോൾ രാജാവിൻ്റെ പാനപാത്രമുണ്ട്. പെട്ടെന്ന് ആ ഫലങ്ങൾ, മുന്തിരി ഫലങ്ങൾ പറിച്ചെടുത്ത് അതുകൊണ്ട് ആ വീഞ്ഞുണ്ടാക്കി പെട്ടെന്ന് ആ പാനീയൻ രാജാവിന് കൊടുക്കുന്നു. ഇതാണ് സ്വപ്നം. എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷാദിച്ചിരിക്കുമ്പോൾ ജോസഫ് തൻ്റെ ജ്ഞാനത്തിൽ നിന്ന് അതിനെ വിവരിച്ചു കൊടുക്കുകയാണ്. ജോസഫ് പറഞ്ഞു, 3 ദിവസം, 3 ശാഖ കണ്ടത് 3 ദിവസമാണ്. 3 ദിവസം കൊണ്ട് നിന്നെ വീണ്ടും രാജാവ് നിന്നെ മനസ്സിലാക്കി ഈ
ഈ തടവറയിൽ നിന്ന് ഈ തടവറയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ച് വീണ്ടും നിന്നെ പഴയ ജോലിയിലേക്കാക്കും. അയാൾക്ക് സന്തോഷമായി പറഞ്ഞതുപോലെ കൃത്യം നടക്കുകയാണ്. 3-ാം ദിവസം അയാൾക്ക് ആ ആ ജയിൽവാസം അവസാനിപ്പിക്കാൻ ഭാഗ്യമുണ്ടായി. വീണ്ടും അയാൾ തൊഴിലിന് പോവുകയാണ്. ഇവിടെ തൊഴിലിന് പോകുന്ന സമയത്ത് ജോസഫ് പറയുന്നുണ്ട്, നീ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ, നീ ചക്രവർത്തിയുടെ അടുത്തായിരിക്കുമ്പോൾ എൻ്റെ കാര്യമൊന്ന് പറയണം. ഞാനിവിടെ ഒരു തെറ്റും ചെയ്യാതെ കിടക്കുക എന്ന് നീ രാജാവിനെ ഒന്ന് പറഞ്ഞ് എത്രയും വേഗം എന്നെ നാട്ടിലേക്ക് പോകാൻ അനുവദിക്കണം. കാത്തിരിക്കുകയാണ് ജോസഫ്. പക്ഷെ അവിടെ കാണുക, ഈ പാനപാത്രം വഹിക്കുന്ന മനുഷ്യൻ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിനെ മറന്നു പോവുകയാണ്. വീണ്ടും 2 വർഷമാണ് ജോസഫ് ചെയ്യാത്ത കുറ്റത്തിന് ഈ കാരാഗൃഹത്തിൽ കിടക്കുക. ഒരുപക്ഷെ ജോസഫിന് വേണമെങ്കിൽ അപ്പോഴും പഴിചാരാം, എന്തിന് ദൈവം ഈ സത്യം മനസ്സിലാക്കാനായിട്ട് വൈകുന്നു, എന്തിന് വീണ്ടും ദൈവം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോണ്. പക്ഷെ പിന്നീടുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് ദൈവം അങ്ങനെ താമസിപ്പിച്ചു എന്നുള്ളതിന് ഉത്തരം തരികയാണ്. ഏതാണ്ട് 2 വർഷത്തോളം അങ്ങനെയായി ജോസഫ് ഈ തടവറയിൽ കിടക്കണു. ഈ ജോസഫിൻ്റെ കൂടെ തടവറയിലുണ്ടായിരുന്ന ചക്രവർത്തിയുടെ ആ പാനപാത്രം വഹിക്കുന്ന വ്യക്തി വീണ്ടും ആ ജോലി ചെയ്ത് സുഖമായി കൊട്ടാരത്തിൽ വസിക്കുന്നു. അങ്ങനെ 2 വർഷം കടന്നുപോയപ്പോഴാണ് ഈ ഫറവോയ്ക്ക്, രാജാവിന് ഒരു സ്വപ്നം ഉണ്ടാകുക. ആ സ്വപ്നം ഇതാണ്: പെട്ടെന്ന് പുഴയിൽ നിന്ന്, നൈൽ നദിയിൽ നിന്ന് ഒരു 7 കാളകൾ കയറി വരുന്നു. തടിച്ച് കൊഴുത്ത കാളകൾ. പിന്നാലെ 7 ശോഷിച്ച കാളകൾ വരുന്നു. ഈ ശോഷിച്ച കാളകൾ ഈ കൊഴുത്ത കാളകളെ വിഴുങ്ങിക്കളയണ്. അയാളാകെ അസ്വസ്ഥമായി. അപ്പോൾ അയാൾ വീണ്ടും കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ അടുത്ത സ്വപ്നം കാണുകയാണ്. ഒരു ചെടിയിൽ നിന്ന് 7 കതിരുകൾ വരുന്നു, നല്ല കതിരുകൾ. അതിൻ്റെ പിന്നാലെ അടുത്ത 7 കതിരുകൾ വരുന്നു, ഒന്നിനും കൊള്ളാത്ത കതിരുകൾ. ആ മോശമായ കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളയണം. 2 സ്വപ്നങ്ങൾ. അസ്വസ്ഥമായിരിക്കുമ്പോൾ രാജാവ് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് സ്വപ്നത്തിൻ്റെ അർത്ഥമെന്തെന്ന് പറയുവാനായിട്ട്. ഒത്തിരി മന്ത്രവാദികൾ വരുന്നു, ഒത്തിരി ജ്ഞാനികൾ വരുന്നു. അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ടെന്നാണ് ഈ പാനപാത്രം വഹിക്കുന്ന വ്യക്തി പറയുക, അയ്യോ എനിക്ക് തെറ്റിപ്പോയി. 2 വർഷം മുമ്പ് ഞാൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു തന്ന ഒരു യുവാവ് അവിടെയുണ്ട് കാരാഗൃഹത്തിൽ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിരുന്നു രാജാവിനോട് പറയണമെന്നൊക്കെ, പക്ഷെ ഞാനത് മറന്നുപോയി, എന്നോട് ക്ഷമിക്കണം. രാജാവ് ഉടനെ തന്നെ ജോസഫിനെ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവരുന്നു, സ്വപ്നം വിവരിക്കുന്നു. ജോസഫ് അത് വിവരിച്ചു കൊടുക്കുന്നു. അടുത്ത 7 വർഷം സമ്പത്തിൻ്റെ കാലങ്ങളാണ്. പിന്നീട് വരുന്ന 7 വർഷങ്ങൾ അത് കഠിന ദാരിദ്ര്യത്തിൻ്റെ കാലങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സമ്പാദിച്ചു വെച്ചാൽ ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ഇതോടുകൂടെ രാജാവ് ജോസഫിൽ സംപ്രീതനാവുകയും ജോസഫിനെ രാജാവിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ കാര്യസ്ഥനായി മാറ്റുകയും ചെയ്യുകയാണ്. കഥ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. എത്ര ട്വിസ്റ്റ് അവൻ്റെ ജീവിതത്തിൽ വരുന്നെന്ന് നോക്കിയേ. അപ്പൻ്റെ ഇഷ്ടപ്പെട്ട മകനായിട്ട് വന്നതാണ്. പെട്ടെന്ന് സഹോദരന്മാരുടെ അസൂയയ്ക്ക് കാരണമായി, സഹോദരന്മാരുടെ ക്രൂരതയ്ക്ക് വിധേയമായി അവസാനം ഒരു അടിമയായി വിൽക്കപ്പെട്ടു. അടിമ ഒരു രാജാവിൻ്റെ ഒരു ജോലിക്കാരൻ്റെ വീട്ടിൽ സേവനം ചെയ്യുന്നു. സുദൃഢമായ സേവനം, അവിടെ വിശ്വസ്തനാകുന്നു. പക്ഷേ ഭാര്യയിലൂടെ വീണ്ടും തിന്മ കയറി വരുന്നു. അതിൻ്റെ പേരിൽ കാരാഗൃഹത്തിൽ പോയി കിടക്കുന്നു. കാരാഗൃഹത്തിൽ സ്വപ്നം വ്യാഖ്യാനിച്ച് ഒരുത്തനെ കൊട്ടാരത്തിലേക്ക് വിടുന്നു. പക്ഷേ അയാളത് മറന്ന് അയാൾ കൊട്ടാരത്തിൽ ജീവിക്കുന്നു. ഇയാൾ ജയിലിൽ തന്നെ കിടക്കുന്നു. അവസാനം 2 വർഷം കഴിഞ്ഞപ്പോൾ രാജാവിന് സ്വപ്നം. അപ്പോഴീ ഈ പാനപാത്രം വഹിക്കുന്ന ആൾ ഓർക്കുന്നു. ആ സമയത്ത് ഇയാളെ കൊണ്ടുവരുന്നു. എത്ര ട്വിസ്റ്റാണ് നടക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ജോസഫ് രാജ്യത്തെ ഏറ്റവും പ്രധാനിയായി മാറണം. ജോസഫിൻ്റെ വീട്ടുകാർ അവർ ദാരിദ്ര്യത്തിൽ ഈജിപ്തിലേക്ക് അവർ വരുന്നു. സ്വന്തം സഹോദരങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ വേണമെങ്കിൽ ഈ മനുഷ്യനെ ശിക്ഷിക്കാം, പക്ഷെ അയാൾ അവിടെ ക്ഷമിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ആ കഥ മുന്നോട്ട് പോവുക. ഈ കഥ നമ്മളോട് പറയുന്ന വലിയൊരു സത്യമുണ്ട്. ആ സത്യം ഇതാണ്: ദൈവത്തിൻ്റെ പദ്ധതികൾ അത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. തകർച്ചകളിലൂടെ നമ്മൾ കടന്നുപോയേക്കാം, തെറ്റിദ്ധാരണയിലൂടെ കടന്നുപോയേക്കാം, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയിലൂടെ കടന്നുപോയേക്കാം. ഇതെല്ലാം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുള്ളതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാ. ഒന്നിലും പതറരുത്, ദൈവത്തിൽ വിശ്വസിക്കുക. ജെറമ്യാ 29:11 പറയുന്നു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചന വ്യാഖ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത ചില മേഖലകൾ കടന്നു വന്നേക്കാം.
പക്ഷേ പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതെല്ലാം ദൈവം എന്നെ ഒരുക്കുന്നതിൻ്റെ ആ ഒരു അടയാളമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് വചനം നമ്മളോട് ഇന്ന് പറയുന്ന ഇതാണ്: ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ നീ പതറരുത്. അതിലൂടെ ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ വലിയ സമ്പന്നതകൾ വരുമ്പോൾ നീ മതിമറന്ന് ആഹ്ലാദിക്കരുത്. അതിലൂടെ എന്തൊക്കെയോ നന്മ ചെയ്യുവാനായിട്ട് ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. ജോസഫ് നമ്മോട് പറയുന്ന ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. ദൈവം നയിക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ഈ ഒരു വചന ശുശ്രൂഷ നമുക്കെല്ലാവർക്കും പ്രത്യേക കൃപ നൽകട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് പറയുന്നു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിൻ്റെ നാശത്തിനുള്ളതല്ല, നിൻ്റെ ക്ഷേമത്തിനുള്ളതാണ്. അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ജോസഫിന് വേണമെങ്കിൽ വൈരാഗ്യത്തോടു കൂടെ തൻ്റെ സഹോദരങ്ങളോട് പെരുമാറാമായിരുന്നു. കാരണം അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ആ ജോസഫിനോട് അവർ പെരുമാറിയത്. പക്ഷേ ജോസഫ് സ്ഥാനത്തിരിക്കുമ്പോൾ ജോസഫ് ആ സഹോദരങ്ങളോട് ക്ഷമിക്കുക മാത്രമല്ല ചെയ്യുക, അവരോട് പറയുകയാണ്, നിങ്ങളല്ല ഇത് ചെയ്തത്, നിങ്ങളെക്കൊണ്ട് ഇത് ചെയ്യിച്ചത് ദൈവമാണ്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ എത്തുകയില്ലായിരുന്നു, ഞാൻ നിങ്ങളെ പരിപാലിക്കാനായിട്ട് എനിക്ക് സാഹചര്യം കിട്ടുകയില്ലായിരുന്നു. ദൈവം നയിച്ചതാ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് തിരിച്ചറിയുവാനായിട്ട്. പരിശുദ്ധ അമ്മയെ പോലെ എപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടമെന്ന് നിറവേറട്ടെ എന്ന് പറയുവാനുള്ള അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.